നമ്മുടെ ഇന്നത്തെ അതിഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ സ്ക്രീൻ സ്പേസ് അല്ല, ആ കഥാപാത്രത്തെ എത്രത്തോളം നന്നാക്കാം എന്നാണ് അദ്ദേഹം ശ്രദ്ധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മികച്ച സിനിമകളിൽ വളരെയധികം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ ആ സിനിമയുടെ ഭാഗമാകാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. സൈജു കുറുപ്പാണ് നമ്മുടെ കൂടെ. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചത്. സ്വാഗതം. ഇപ്പോൾ സൈജുവിൻ്റെ തന്നെ 2 സിനിമകൾ കെയർഫുള്ളും അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഒരേ സമയം നമ്മുടെ സിനിമകൾ തന്നെ തമ്മിൽ മത്സരിക്കുമ്പോൾ? എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഹീറോയുടെ 2 പടം ഒന്നിച്ച് റിലീസാകുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ ഒരേ സമയത്ത് 2 പടങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ. ഞാൻ വളരെ അപൂർവമായിട്ട് ഒരു സമയത്ത് 2 പടങ്ങൾ ഷൂട്ട് പോലും ചെയ്തിട്ടുള്ളൂ. ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇപ്പം സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇങ്ങനെ പോസ്റ്റ്പോണ്ടായിട്ട് 2 ഒരുമിച്ച് വരുന്നു. 2 പടത്തിനും എന്താണ് അഭിപ്രായമുണ്ട്. അതൊരു വലിയ കാര്യം. ഇങ്ങനെ വരുമ്പോൾ 2 സിനിമ ഒരു ദിവസം റിലീസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രിഫറൻസ് ഒക്കെ എങ്ങോട്ടാണ് സാധാരണ അങ്ങനെ പോകാറുള്ളത്? ഇല്ല, അങ്ങനെയല്ല. അത് 2നും തുല്യ ഇത് തന്നെയാണ്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസിഫ് അലി ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു സിനിമയിലേക്ക് ആസിഫിനെ എത്തിച്ചത് സൈജു ആണെന്ന്. ആസിഫിനെ എത്തിച്ചതല്ല, ഞാൻ ആ കഥയൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ഐ ആം ഡൂയിങ് ഇൻ ദാറ്റ് മൂവി, ആ കഥ കേട്ടപ്പോഴും പിന്നെ രോഹിത്തൊക്കെ ആ ഒരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ തന്നെ പ്രൊട്ടാഗനിസ്റ്റായിട്ട് ആസിഫ് അലി എന്ന് പറഞ്ഞൊരു നടനെ തന്നെയാണ് ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ കഥ കേൾക്കുമ്പോഴും എനിക്കും ആസിഫ് അല്ലാണ്ട് വേറൊരു ആക്ടർ അത് ചെയ്താൽ ശരിയാകുമെന്ന് എനിക്കും ഫീൽ ചെയ്തു. അപ്പോൾ ഇവർ കുറച്ച് പ്രാവശ്യമൊക്കെ ആസിഫിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ എന്താണ് പുള്ളി കിട്ടിയില്ല. അപ്പം രോഹിത്തിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ബൈസിക്കിൾ തീവ്സ് അങ്ങനെ ഏതൊക്കെയോ പടങ്ങൾ ഞാൻ ആസിഫായിട്ട് ചെയ്തിരുന്നു. അപ്പം രോഹിത്തിനെ അറിയാമെന്ന് എനിക്ക് പരിചയമുണ്ട്. അതോ ഇനി CCL സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ക്രിക്കറ്റ് കളിച്ച സമയത്ത് കണ്ടതാണോ എനിക്കറിയില്ല. അപ്പോൾ രോഹിത് ഇങ്ങനെ എന്നോട് ഈ സ്ക്രിപ്റ്റിനെ പറ്റി ആദ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഇത് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ആസിഫിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പം ഒന്ന് സൈജുവിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥയും അതൊക്കെ പോലെ തന്നെയാണ്, ഞാൻ വിളിച്ചാലും എടുക്കണമെന്നൊന്നുമില്ല, പിന്നെ എപ്പോഴെങ്കിലും പുള്ളി തിരിച്ചു വിളിക്കും. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ആസിഫിനെ ഇവരുമായിട്ട് മീറ്റ് ചെയ്യിപ്പിക്കണമെന്നുള്ളൊരു ഇതായി. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 പ്രാവശ്യം വിളിച്ചു. പിന്നെ ഞാൻ മെസ്സേജ് ചെയ്തു അർജൻറ്റായിട്ടൊന്ന് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആസിഫിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ ആസിഫിനെ അവർക്ക് സമയം കൊടുത്തു. അങ്ങനെ ആസിഫ് കേട്ടു, ആസിഫിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, പക്ഷെ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ ഇതിനോടകം തന്നെ സിനിമ കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാത്തവർക്കായിട്ട് എന്താണ് ഓമനക്കുട്ടൻ എന്ന സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് പറയാം? കഥാപാത്രം എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കഥാപാത്രത്തിനെ പറ്റി സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് PP എന്ന് പറഞ്ഞ ആസിഫിൻ്റെ റൂംമേറ്റ് ആണ്, കുലീഗാണ്. അതിനേക്കാൾ ഉപരി ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പം ഓഡിയൻസ് ഇത് പോയി കാണണം എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഫുൾ ടൈം എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു കോമിക്ക് വായിക്കുന്ന പോലെ ഒരു ഫീലാണ്. ഇപ്പോൾ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ആ പേര് തന്നെ ഒരു ഫണ്ണുണ്ട്. ബേസിക്കലി ഒരു റോം കോം. മലയാളത്തിൽ അധികം ഈ ജോണറിലുള്ളൊരു പടം വന്നിട്ടുണ്ട്, പക്ഷേ അധികം വന്നിട്ടില്ല. ഇതൊരു റോം കോം എന്ന് പറയാം, റൊമാൻറ്റിക് കോമഡി അല്ലെങ്കിൽ റോമഡി വോട്ടെവർ. തീർച്ചയായും. ഇപ്പോൾ ഈ സിനിമയോടൊപ്പം തന്നെ റിലീസായ കെയർഫുള്ളിൽ ചെയ്ത കഥാപാത്രത്തെ കുറിച്ച് 7ാമത്തെ ചിത്രത്തിലേക്ക് VKP ആയിട്ടുള്ള ഒരു അനുഭവം എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള? VKP ആയിട്ട് നല്ല അനുഭവം തന്നെയാണ്. അദ്ദേഹത്തിനും എന്നോടൊക്കെ വളരെ പോസിറ്റീവ് ഇതാണ് കിട്ടിയിരിക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുള്ളി എന്നെ റെഗുലർലി കാസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ പടത്തിലൊന്നും അഭിനയിക്കുന്നില്ല, അദ്ദേഹം എല്ലാ പടത്തിലും വിളിക്കുന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ സൂട്ടബിൾ ആയിട്ട് ഓക്കെ ഇയാൾക്ക് ഇത് സൂട്ടബിൾ ആയിരിക്കും എന്ന് പറഞ്ഞ് വിളിക്കുന്ന പടങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു യങ്സ്റ്ററിൻ്റെ ഒരു ഫീലിംഗ് ആണ് VKP ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. VKPക്ക് ഇപ്പം ഞാൻ പ്രായം പറയുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു സീനിയറാണ്. പക്ഷേ അദ്ദേഹം നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഏജ് ഗ്രൂപ്പിൽ വന്നിട്ടാണ്. ഇപ്പം എന്നെക്കാളും വളരെ പ്രായം കുറവാണ് ആസിഫിന്. അപ്പോൾ ആസിഫുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ആസിഫിൻ്റെ ഏജ് ഗ്രൂപ്പിൽ ചെന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡീലിംഗ് ആണ്. പിന്നെ ആക്ടേഴ്സിനെ ഒരുപാട് പുള്ളി പാമ്പർ ചെയ്യും. ആ പാമ്പറിങ്ങിലൂടെ അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹം നമ്മുടെ ചെയ്യിപ്പിച്ചെടുക്കും. അതെ അതെ. VKPയുടെ ഒരു പ്ലസ് എന്ന് വെച്ചാൽ ഇപ്പൊ അദ്ദേഹം അഭിനയത്തിലേക്കും കടന്നിട്ടുണ്ടോ അതൊക്കെ. അപ്പം അദ്ദേഹം നമ്മുടെ ഏജ് ഗ്രൂപ്പ് അല്ലാത്തതുകൊണ്ട് വലിയ കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പം നമ്മുടെ ഓമനക്കുട്ടനിലും അദ്ദേഹം ഒരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇതിൻ്റെ അകത്തും വളരെ
നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓമനക്കുട്ടനിൽ. പോക്കിരി സൈമൺ ഉൾപ്പെടെ ധാരാളം ചിത്രങ്ങൾ ഇനി വരാനിരിക്കുന്നു. ഭീമാപ്പള്ളി എന്താണ് ഭീമാപ്പള്ളി നൗഷാദ്. ഭീമാപ്പള്ളി നൗഷാദ്. എനിക്ക് ഭീമാപ്പള്ളി നൗഷാദ് കേട്ടപ്പോൾ എന്തോ റീസൺ കൊണ്ട് അറക്കൽ അബുവിനെ ഓർമ്മ വന്നു. ഒരു പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ട്രോളുകളിൽ കാണുന്നുണ്ടായിരിക്കും. എന്താണ് ഭീമാപ്പള്ളി നൗഷാദ് ബേസിക്കലി ഒരു കട്ട വിജയ് ഫാനാണ്. പോക്കിരി സൈമൺ എല്ലാവരും വിജയ് ഫാൻസ്. അതെ, പോക്കിരി സൈമണും വിജയ് ഫാനാണ്. ഒരുപാട് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. ഇപ്പോൾ സണ്ണി വെയിൻ്റെയും പിന്നെ എൻ്റെ അത് ശരത്ത്, നമ്മുടെ അപ്പാണി രവി ആയിട്ട് അഭിനയിച്ച അദ്ദേഹത്തിൻ്റെയൊക്കെ കഥാപാത്രങ്ങൾ, ഇപ്പം ഗ്രഗറിയുടെ കഥാപാത്രം അല്ലെങ്കിൽ നെടുമുടി വേണിച്ചേട്ടൻ്റെ ക്യാരക്ടർ അതിൻ്റെ അകത്തുള്ളത്, ഇതെല്ലാം റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ കഥാപാത്രം കുറച്ച് ഒരു ബടായി അടിക്കുന്ന ഒരാളും കൂടെയാണ്. അദ്ദേഹം ഒരു CD ഷോപ്പ് നടത്തുന്നു. അപ്പം അങ്ങനെയുള്ളൊരു കഥാപാത്രം വളരെ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ ഇപ്പം ചെയ്യുന്ന പടങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഫിലിം മേക്കേഴ്സ് മേക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ഫീല്. ഇപ്പം മിക്കവാറും ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സ്, സോ കോൾഡ് ന്യൂ ജനറേഷൻ ഡയറക്ടേഴ്സൊക്കെ ഈവൻ ഇഫ് ദേ ആർ നോട്ട് എക്സ്പീരിയൻസ് ദാറ്റ് മച്ച്, അവർ വളരെ മനോഹരമായിട്ടാണ് അവർ ഫിലിംസ് മേക്ക് ചെയ്യുന്നത്. മയൂഖം തൊട്ടിങ്ങോട്ട് ഒരുപാട് ചിത്രങ്ങൾ, ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമുണ്ട്. എനിക്ക് സിനിമകൾ ഉള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ വന്ന സമയത്തിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇപ്പം ഒരു 2010 ഒരുപാട് മാറ്റങ്ങൾ സിനിമയിൽ വന്നു. ഞാൻ വന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ വ്യാജ CD-യുടെ ഒരു സമയവും പിന്നെ തിയേറ്റേഴ്സ് അന്ന് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഒരുപാട് തിയേറ്റേഴ്സ് ഇപ്പോൾ റിനോവേറ്റ് ചെയ്തു. തിയേറ്റർ ഓണേഴ്സിനെ നമ്മൾ താങ്ക് ചെയ്യണം. വെച്ചാൽ അവർ റിനോവേറ്റ് ചെയ്തപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് സിനിമ തിയേറ്ററിൽ പോയി കാണുക എന്ന് പറഞ്ഞാൽ. ഇപ്പം ഓഡിയൻസിനെ സംബന്ധിച്ച് ആസ്വാദകർ ആ രീതിയിലോട്ട് സിനിമകൾ തിയേറ്റർ നോക്കി കാണാനൊക്കെ. അതെ, ഇപ്പം ഈ വ്യാജ CD ഒന്നും ആരും കാണുന്നില്ല. ഞാൻ വന്ന സമയത്തൊക്കെ ഞാൻ ഈ അയലോകത്തുള്ള അമ്മയുടെ ചില പരിചയക്കാരൊക്കെ ആൻറ്റിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നലെ മമ്മൂട്ടിയുടെ സിനിമ, പുതിയ സിനിമയുടെ CD കിട്ടിയിട്ടുണ്ട്, നല്ല സിനിമ. അപ്പം ഇങ്ങനെ ഭയങ്കര ആവേശത്തോടെ അവർക്കൊരു അഭിമാനത്തോടെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ CD കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അതൊക്കെ മാറി, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുന്നു. ഒരു പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ആക്ച്വലി ഇവിടെയല്ല വളർന്നത്, പക്ഷേ ഇടയ്ക്ക് കേരളത്തിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനൊക്കെ പടങ്ങൾ റിലീസാകുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് അതും ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാണ് സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു വീണ്ടും ആൾക്കാർ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് നല്ല സിനിമകളും വരുന്നുണ്ട്. ഇപ്പം സിനിമകൾ ഇപ്പം 10 റിലീസായിട്ട് ഒരെണ്ണമാണ് നല്ലതെങ്കിൽ ആണ് പ്രശ്നം. അപ്പോൾ ആൾക്കാരൊന്നും പാനിക് സ്റ്റൈലിലേക്ക് വരും. ഇനിയിപ്പോൾ ഇത് പോയിട്ട് ഇത് മോശമാണെങ്കിൽ വെറുതെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ, വെറുതെ കാശ് പോകുന്നൊക്കെ. പക്ഷേ ഇപ്പം 10 സിനിമ വരുന്നുണ്ടെങ്കിൽ 6 സിനിമ നല്ലതാണ്. തീർച്ചയായും. പോക്കിരി സൈമനോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? പിന്നെ ഞാൻ ചെയ്യുന്നത് വിമാനം എന്ന് പറഞ്ഞ സിനിമയാണ്. പ്രദീപം നായർ എന്ന് പറഞ്ഞ ഡെബ്യൂട്ടൻ ഡയറക്ടറാണ്, അദ്ദേഹമാണത് ഡയറക്റ്റ് ചെയ്യുന്നത്. പൃഥ്വിരാജാണ് പ്രൊട്ടാഗനിസ്റ്റായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഡോമിനിക് അരുൺ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകൻ്റെ ടൊവിനോ അഭിനയിച്ച ഒരു സിനിമ ചെയ്തു. അങ്ങനെ കുറച്ച് സിനിമകൾ. സൈജുവിനെ നമ്മുടെ എല്ലാ സിനിമകളിലും സൈജുവിൻ്റെ ഒരു സാന്നിധ്യം പല സിനിമകളിലും കാണാറുണ്ട്. ഒരു പക്ഷേ ഈ സ്ക്രീൻ സ്പേസിനെ കുറിച്ച് ചിന്തിക്കാതെ സിനിമയോടോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനോട് തോന്നിയ ഇഷ്ടം കൊണ്ട് സൈജു ചെയ്യുന്നതുകൊണ്ട് തന്നെയായിരിക്കും. ഒരു വർഷം എത്ര സിനിമ ചെയ്യാറുണ്ട്? ഒരു വർഷം എനിക്ക് തോന്നുന്നത് ഞാൻ മാക്സിമം ഒരു വർഷം ചെയ്തിരിക്കുന്നത് 7 സിനിമയാണെന്ന് തോന്നുന്നു. 7 ഉള്ളൂ. ഈ വർഷം ചിലപ്പം ഈ 7 സിനിമയിൽ ഏറ്റത്തുള്ളൊരു ഇതെന്ന് വെച്ചാൽ ചില സിനിമയിലൊക്കെ ഞാൻ 2-3 സീനിലേ ഉള്ളൂ. അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നതാണ്, പക്ഷെ അതൊരു സിനിമയായിട്ട് കണക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട്. ഈ വർഷം ചിലപ്പോൾ ഞാൻ 7 കൂടുതൽ ചിലപ്പോൾ ഒരു 8-9 ഞാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് റെമ്യൂണറേഷൻ നമ്മുടെ ഇല്ലല്ലോ, അപ്പം നമുക്കും ജീവിക്കണം എന്നുള്ളൊരു ഇത് കാരണം പിന്നെ വരുന്നതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ എനിക്ക് സൂട്ടാകാത്ത ഒരു കഥാപാത്രം ഞാൻ അവരോട് പറയും എനിക്കിത് സൂട്ട് ചെയ്യില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾ അടുത്ത പടം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു സൂട്ടബിൾ ക്യാരക്ടർ കാണുമായിരിക്കും. അങ്ങനെ ഏതാണ് ഒരു കംഫർട്ട് സോണിന് വെളിയിൽ അങ്ങനെ പോകുന്ന ഒരു രീതിയിൽ ഏത് രീതിയിലുള്ള കഥാപാത്രമാണ് അങ്ങനെ പോവുക? അല്ല, അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. നമ്മളൊരു കഥ കേൾക്കുമ്പം കഥാപാത്രം കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യും, ഓക്കെ ഇതിൻ്റെ അകത്ത് എനിക്ക് എന്നെ കാണാൻ പറ്റും, നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഈ ചിലപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ടായിരിക്കും ഒരു മണിക്കൂർ കൊണ്ട് നരേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ 1 മണിക്കൂറിൽ ഈ തോട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ തന്നെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും ഇത് നമുക്ക് സൂട്ടബിൾ ആണോ അല്ലേ എന്നുള്ളത്. പിന്നെ ചില കേസസിലൊക്കെ റിപ്പീറ്റേഷൻ വരാണ്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം ഞാൻ പണ്ട് ചെയ്തൊരു പടമായിരിക്കും, അത് ചിലപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് മാറിപ്പോയ സിനിമയായിരിക്കാം. ചിലപ്പോൾ അധികം ആൾക്കാരത് കണ്ടു കാണില്ല. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് ആസ് ആക്ടർ എനിക്ക് അതേപോലത്തെ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ആൾക്കാർക്ക് പുതുമയായിരിക്കും, പക്ഷേ എനിക്കത് ചെയ്യുന്നതിൽ പുതുമയില്ല. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ പോലീസ് വേഷത്തിൽ ഒന്നിലധികം തവണ അല്ല, അതൊരു പ്രൊഫഷനാണല്ലോ. പ്രൊഫഷൻ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഡോക്ടറായിട്ട് ഞാൻ 2-3 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമായിരുന്നു. ആ ഒരു വളരെ മെച്ചുവേർഡായിട്ട് നമുക്ക് ഒട്ടും ഒരു ആക്ടർ എന്നുള്ള നിലയിൽ കാണാതെ ഒരു ഡോക്ടർ റോയി ആയിട്ട് തന്നെ ആ സിനിമയിൽ കാണാൻ സാധിച്ചിരുന്നു. ആ സിനിമയുടെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അല്ല, അത് ബേസിക്കലി സൈജു കുറുപ്പാണ് ആ ക്യാരക്ടർ. അതായത് ഡിവോഴ്സ് പക്കത്തൊന്നും എത്തിയിട്ടില്ല, അതല്ല ഞാൻ പറയണത്. അതിൻ്റെ അകത്ത് ഒരു മകളുമായിട്ട് ഉള്ളൊരു റിലേഷനുണ്ട്, അതുപോലെയാണ് മകളുമായിട്ട്. ഇപ്പോൾ എല്ലാ അച്ഛന്മാരും അങ്ങനെ ആയിരിക്കും, പക്ഷെ ഞാൻ പറയണത് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ കിട്ടി. മകളുമായിട്ടുള്ള റിലേഷനെ കുറിച്ച് പറഞ്ഞു. ഒരു പക്ഷേ മയൂഖ് എന്നുള്ള ഒരു ചിത്രം ജീവിതത്തിലൊരു വഴിത്തിരിവായതുകൊണ്ടായിരിക്കും മകളുടെ പേരും മയൂഖ. അതെ അതെ, പേര് ആക്ച്വലി എൻ്റെ പേര് ആണ് ഞാനൊരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കുന്നത്. സൈജു എന്ന് പറഞ്ഞ പേര് ഒരു വളരെ നോർമൽ പേരാണ്. ഒരു ക്രൗഡിൽ ഒരു 10 ഷൈജു കിട്ടും, സിജു കിട്ടും, അല്ലേ, സൈജു കിട്ടും, ബൈജു, ബിജു, ഇങ്ങനെ ജൂ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര മലയാളികൾക്ക് ഭയങ്കര അടുപ്പമുള്ളൊരു പേരാണ് ജൂ. എല്ലാ ഫാമിലിയിലും ഒരു ജൂ കാണും, ജൂ എച്ച് എന്ന പേര്. അപ്പം എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു പേര് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അന്ന് ഒരു ആത്ലീറ്റ് ഉണ്ട്, മയൂഖ ജോണി. അന്ന് എനിക്ക് അവരെ അറിയില്ല. മോക്ക് പേരിട്ടതിന് ശേഷം ഒരു 2-3 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആത്ലീറ്റ് ഉണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നത്. ഞാൻ സൈജുവായിട്ട് സംസാരിക്കുന്നതിന് മുന്നേ വെറുതെ വിക്കിപീഡിയയിലൂടെ പോകുമ്പോഴാണ് മയൂഖ അഫ്താബ് എന്ന് കണ്ടത്. ഞാൻ അഫ്താബ്, ഇനി വിക്കിപീഡിയക്കാർക്ക് തെറ്റിപ്പോയതായിരിക്കും, കാര്യം അതും ഇതുപോലെ വ്യത്യസ്തമായൊരു പേര്. അപ്പോൾ ആ പേരിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഐ മീൻ പേഴ്സണലാണ്, പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ആ ഒരു വ്യത്യസ്തത കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചത്. മയൂഖ എന്ന് പറഞ്ഞാൽ സൂര്യകിരണമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം സൂര്യൻ്റെ തന്നെ എന്തെങ്കിലും ഒരു പര്യായം ഇളയാക്ക് വേണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉറുദു പേരാണ്, അതിൻ്റെ അർത്ഥം സൂര്യൻ എന്നാണ്. അപ്പം ഭാഗ്യത്തിന് ആങ്കോച്ചായി. അപ്പം നമ്മൾ ഒരു പേര് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഫ്താബ് തന്നെ. അങ്ങനെ രണ്ടാമത്തെ കുട്ടിക്കും സൈജുവിൻ്റെ ഇഷ്ടത്തിനുള്ള പേര് തന്നെയായി. വീണ്ടും നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 5 കഥാപാത്രങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഏതൊക്കെയാണ് മനസ്സിലോട്ട് വരുന്നത്? 5 ക്യാരക്ടേഴ്സ് ഡെഫിനറ്റ്ലി. ഒന്ന് ഞാൻ പറയാം, മയൂഖം എന്ന് പറഞ്ഞ കഥാപാത്രം. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടോപ്പ് 5 എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. മയൂഖം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ കഥാപാത്രമാണ്. പിന്നെ അതിൽ 2 ഫേസസ് ഉണ്ട്, ഒന്നൊരു നെഗറ്റീവ് ഫേസ്, ഒന്ന് പോസിറ്റീവ് ഫേസും. അപ്പോൾ അങ്ങനെ ഒരു പടത്തിൽ തന്നെ എനിക്ക് ആസ് വില്ലൻ, ആസ് ഹീറോ എനിക്ക് അഭിനയിക്കാൻ പറ്റി. പിന്നെ അതുകൂടാണ്ട് ആ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമെന്ന് വെച്ചാൽ ഇവിടുത്തെ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ പാട്ട് പാടിയ ആൾക്കാരുടെ ആ വോയിസിൽ ഞാൻ പാടി അഭിനയിച്ചു. യേശുദാസ്, എം ജി ശ്രീകുമാർ, ജയേന്ദ്രൻ, ഈ 3 പേരും ആ പടത്തിൽ. അപ്പം ഫസ്റ്റ് പടത്തിൽ തന്നെ ആ ഒരു ഭാഗ്യം കിട്ടി. അപ്പം അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ക്യാരക്ടർ. പിന്നെ എനിക്ക് ബ്രേക്ക് തന്ന ഷിബു വെള്ളാനി എന്ന് പറഞ്ഞ ട്രിവാൻഡ്രം ലോഡ്ജിലെ ക്യാരക്ടർ, ആടിലെ അറക്കലബു, ഒരുപാട് കുട്ടികളുടെ ഇടയിൽ എനിക്ക് എന്നെ എത്തിച്ചത് ഈ അറക്കലബു എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഈ അറക്കലബ് ചെയ്യുമ്പം ഇത്ര നാളും ആ കഥാപാത്രം ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കും. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരുപാട് അറക്കലബുവിന്റെ ഡയലോഗ്സ് അല്ലെങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ടുള്ള പോസ്റ്റർ വെച്ചിട്ടുള്ള ട്രോളുകൾ കാണാറുണ്ട്. ഈ രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെടുന്നു വിചാരിച്ചിരുന്നു? പടം തന്നെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ പത്മ തിയേറ്ററിൽ പോയി ഞങ്ങൾ നൂൺ ഷോ കാണുമ്പോഴത്തേക്കും ഓഡിയൻസ് ഭയങ്കര ചിരിയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിറ്റ്നസ് ചെയ്യുവാണ് ആ ചിരി. അപ്പം എൻ്റെ മനസ്സിൽ പടം ഹിറ്റാണെന്നുള്ളതാണ്. പുറത്തിറങ്ങിയതിന് ശേഷം ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ വരാൻ തുടങ്ങി. അത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അത് എന്തുകൊണ്ടാണ് അത് വന്നത്. എന്നാൽ തിയേറ്ററിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് കിട്ടേണ്ട ഒരു സ്വീകാര്യത അത്
അതിനുശേഷം കിട്ടിയെന്നുള്ളതാണ്. ടൊറന്റ് ഹിറ്റ് എന്നൊക്കെ ടൊറന്റ് ഹിറ്റ് ഒരു കൾട്ടായി മാറിയത്. അപ്പോൾ നൗ പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് പാർട്ട്. അതെ അതെ, ആട് അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാവോ ആട് സെക്കൻഡ് പാർട്ട്? സെക്കൻഡ് പാർട്ട് ഡെഫിനറ്റ്ലി പ്ലാനിംഗ്. കാര്യം ഇങ്ങനെ ചർച്ചകൾ മാത്രം ഇങ്ങനെ നമ്മൾ ഇടയ്ക്കാണ് ആടിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നുള്ളത്, പക്ഷെ ഒഫീഷ്യലായിട്ടൊന്നും കേൾക്കാറില്ല. അല്ല, അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു പാനിക് സ്റ്റേജിലാണ്. നമ്മളെന്ന് വെച്ചാൽ എനിക്ക് മിഥുൻ്റെയും അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വിജയബാബുവിൻ്റെ കാര്യം അറിയില്ല, ഞാനൊക്കെ പാനിക് സ്റ്റേജിലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ ഓഡിയൻസ് സ്വീകരിച്ചില്ല. അപ്പം ഈ ഓഡിയൻസ് തന്നെയാണ് നമ്മളൊക്കെ പറയണത്, നമ്മൾ തിയേറ്ററിൽ അത് കണ്ടില്ലായിരുന്നു, പിന്നെ DVD-യിലാണ് കണ്ടത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. വീണ്ടും നമ്മൾ ഒരു സിനിമ ചെയ്തിട്ട് പിന്നെ തിയേറ്ററിൽ വന്നിട്ട് വീണ്ടും ഇവർ കാണാണ്ടിരുന്നാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന്, അതെ, ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു ഗ്യാരണ്ടി ഇട്ടുകൊണ്ട് നമ്മളെല്ലാവരും സിനിമ പോയി കാണും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും. ആ ഗ്യാരണ്ടിക്കായിട്ട് കാത്തിരിക്കുകയാണ്. അതെ. എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്ക്രീൻ സ്പേസ് നോക്കാറില്ല എന്ന് പറഞ്ഞു, അപ്പോൾ എന്താണ് ഒരു കഥാപാത്രത്തിലേക്ക് സൈജുവിനെ ആകർഷിക്കാറുള്ളത്? എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിനും എൻ്റെ ഏജിനും അല്ലെങ്കിൽ എൻ്റെ ലുക്ക് വൈസ്, ഇപ്പം എൻ്റെ ഏജ് എന്താണ്, അതിനേക്കാളും ചിലപ്പോൾ പ്രായം കൂടുതലായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പം പ്രായം കുറവായിരിക്കും ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും. ഇത് നമ്മൾ ക്യാരക്ടർ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഫീൽ ചെയ്യും. സൈജു പലതരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ മാതിരി ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ. എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്ക്രീൻ സ്പേസ് നോക്കാറില്ല എന്ന് പറഞ്ഞു ഒരു കഥാപാത്രത്തെ തിരഞ്ഞെടുക്കാൻ നേരത്ത്, പക്ഷെ എങ്കിൽ പോലും നമുക്കിങ്ങനെ എന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എൻ്റെ ഏജ് എന്താണ്, അതിനേക്കാളും ചിലപ്പോൾ പ്രായം കൂടുതലായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പം പ്രായം കുറവായിരിക്കും ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും എന്ന് എനിക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും. ഓഫ് കോഴ്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കാണും, അവർ വേണ്ട രീതിയിൽ നമ്മളെ മോൾഡ് ചെയ്തെടുക്കുമായിരിക്കും. പക്ഷേ ഇത് ഇപ്പം ആൻ മറിയ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു ലേറ്റ് 30s അല്ലെങ്കിൽ 40-42 ആ ഒരു ഏജ് ഗ്രൂപ്പാണ്. ആ മെച്ചുവേർഡ്. അപ്പോൾ എനിക്ക് അതിൻ്റെ തന്നെ കാണാൻ പറ്റി. ഓക്കെ, അതെനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ചെറിയ കൃതാവിലും അവിടെയൊക്കെ നര കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലേറ്റ് 30s പിടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ അപ്പം നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നു. അത് ഫസ്റ്റ്. ഇത് പിന്നെ സെക്കൻഡ് എന്ന് വെച്ചാൽ ഇതെനിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ആലോചിക്കും, ഇതിങ്ങനെ വന്നാൽ ഇത് ഇങ്ങനെ ഓഡിയൻസ് ഇത് എങ്ങനെ എടുക്കും. ഇനിയിപ്പോൾ ഒരു സ്ലാപ്പ് സ്റ്റിക്ക് കോമഡിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്കത് ചെയ്താൽ ഞാൻ ചെയ്ത് ചിലപ്പോൾ ഏക്കില്ല. സിറ്റുവേഷണൽ ഹ്യൂമർ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെയ്ത് ഏക്കും. അപ്പം ഇതെല്ലാം കൂടെ കൺസിഡറേഷനിലെടുത്താണ്. എന്നാൽ ഞാൻ കോമഡി മാത്രമല്ല ചെയ്യുന്നത്. ഞാൻ ഐഡിയ ഇപ്പം ആസിഫിൻ്റെ തന്നെ ഒരു പടത്തിൽ ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കവി ഉദ്ദേശം എന്ന് പറഞ്ഞ സിനിമയിൽ. അതിനു മുമ്പ് ആസിഫിൻ്റെ കൊച്ചനായിട്ട് അഭിനയിച്ചു. അപ്പം അങ്ങനെ ഒരു ഇപ്പം ആസിഫിൻ്റെ ബൈസിക്കിൾ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ എല്ലാം ഞാൻ തന്നെയാണ്. ആസിഫിൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ചതും കൊച്ചനായിട്ട് അഭിനയിച്ചതും ഇവിടെ വില്ലനായിട്ട് പിന്നെ അതിൻ്റെ പിന്നെ ഏജൻ്റ് ഒന്നും പറയുന്നില്ല. പക്ഷേ അപ്പം എൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് ആസിഫിൻ്റെയും കൂടുന്നുണ്ട്. ബട്ട് ഹീസ് വെരി യങ്ങർ ദാൻ മീ. പക്ഷെ എന്നാലും എനിക്ക് അവിടേക്ക് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു പ്ലേസ്മെൻ്റാണ് ഞാൻ ആലോചിക്കുന്നത്. ഫസ്റ്റ് ടൈം മയൂഖത്തിൻ്റെ സമയത്ത് ഇതുപോലെ ആ കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ പ്ലേസ്മെൻറ്റ് ഈസി ആയിരുന്നു? ഈ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നപ്പോൾ ആ ഒരു അനുഭവം ഓർത്തെടുക്കാം എന്ന് വെച്ചാൽ നമുക്ക് സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ, അങ്ങനെ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾ. അല്ല, അന്ന് ഈ സിനിമയുടെ സ്റ്റോറി ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു. അതായത് ഒരു ഇപ്പോൾ ഈ ടീൻസിലൊക്കെ നമ്മൾ ആമക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാരുമായിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അത് വളരെ സാധാരണയാണ്. അപ്പോൾ അച്ഛന്മാർ പറയുന്ന പല കാര്യങ്ങളും ഈ ടീനേജറായ പിള്ളേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അച്ഛന്മാർ ക്ലീഷേ ഡയലോഗ്സ് പറയും. ഞാൻ പണ്ട് 10-15 കിലോമീറ്റർ നടന്നു പോയാൽ പഠിച്ചതെന്ന് പറയും. അപ്പം എൻ്റെ അച്ഛൻ അതാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് എനിക്ക് വന്നൊരു 5-6 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5-6 കിലോമീറ്റർ എനിക്ക് നടക്കാൻ വയ്യ. അപ്പോൾ സൈക്കിളാണ്. അപ്പോൾ സൈക്കിൾ ഓടിച്ച് പോവുകയാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ ചുറ്റി പോകണം. ഇത് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് 6 കിലോമീറ്റർ. അപ്പോൾ അച്ഛൻ്റെ പറഞ്ഞു എനിക്ക് ബൈക്ക് മേടിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ ക്ലീഷ ഡയലോഗ് പഠിക്കും. അപ്പം ഞാൻ അച്ഛൻ്റെ പറഞ്ഞു, അച്ഛന് ചിലപ്പോൾ കഴിവ് കാണില്ല, അച്ഛൻ അന്നൊരു വണ്ടി മേടിച്ചു തരാൻ. പക്ഷെ എൻ്റെ അച്ഛന് കഴിവുണ്ടല്ലോ, അപ്പോൾ എനിക്ക് മേടിച്ചാ. അപ്പോൾ ഇതാണ് ഞാൻ പറയണത്. പക്ഷെ അച്ഛനത് സമ്മതിക്കില്ല. അപ്പം അവിടെയാണ് ഈ ഫ്രിക്ഷൻ
ചെറുതായിട്ട് നമ്മൾ തമാശ പറഞ്ഞ് ഫ്രിക്ഷനായി മാറും. പിന്നെ ഒരു ഘട്ടത്തിൽ ഞാൻ 4 വർഷം ആണ് എഞ്ചിനീയറിംഗ് പാസ്സാകാൻ വേണ്ടി എടുക്കുന്നത്. ഞാൻ 5.5 വർഷം കൊണ്ടാണ് പാസ്സായത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ 1 വർഷം തോറ്റു. അങ്ങനെയൊക്കെ പഠിച്ച് സപ്ലിയൊക്കെ അടിച്ച് ഞാൻ പിന്നെ പാസ്സായി. ഈ പാസ്സായി കഴിയുമ്പോൾ അച്ഛൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ അതുവരെയും ഇവൻ പോക്കാടെന്ന് പറഞ്ഞുകൊണ്ടിട്ടിരിക്കുക. അപ്പം ഇത് തന്നെ ഈ ഹരിഹരൻ സാറിൻ്റെ സർഗം എന്ന് പറഞ്ഞ പടത്തിൽ ആ ഒരു പ്രവാഹം എന്നുള്ളൊരു പാട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വിനീതേട്ടനെ ഇങ്ങനെ കുട്ടൻതമ്പുരാൻ്റെ കൂടെ ഇങ്ങനെ വാലായിട്ട് നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തഴഞ്ഞിട്ടിരിക്കുകയാണ്. അവിടെയാണ് പെട്ടെന്ന് ഇദ്ദേഹം ഈ പാട്ട് പാടുമ്പോഴത്തേക്കും വേണുചേട്ടൻ കൂരിത്തെരിപ്പുണ്ടാകുന്നത്. എൻ്റെ മകൻ ഇത്രയും നല്ല വോയിസാണ്, ഇത്രയും നല്ലപോലെ പാടാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അമ്മയായിട്ട് ഭയങ്കര ക്ലോസ് എൻ്റെ കഥാപാത്രം. അച്ഛനുമായിട്ട് ഈ പറഞ്ഞുള്ളൊരു ചെറിയ ഫ്രിക്ഷനുണ്ട്. എന്നാൽ സ്നേഹക്കുറവൊന്നുമില്ല, പക്ഷേ ഒരു ഫ്രിക്ഷനുണ്ട്. അവിടെ ഇയാൾ നന്നായിട്ട് ഇയാൾ ജോലി ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ആദ്യത്തെ ശമ്പളം കൊണ്ടുപോയി അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ, എനിക്ക് കാശല്ല വേണ്ടത്, എനിക്ക് നീ നന്നായി ജീവിക്കുന്നത് കണ്ടാൽ മതി. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ലൈഫിൽ. അച്ഛൻ ഇങ്ങനത്തെ ഡയലോഗൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എന്നാലും നമുക്ക് ഫീൽ ചെയ്യും അച്ഛൻ്റെ കണ്ണിലത്. ഈ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്തപ്പോഴുള്ള ഒരു ഫസ്റ്റ് സീൻ അഭിനയിക്കുമ്പോൾ അതിപ്പോൾ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? പിന്നെ എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ സിനിമ അറ്റ് ഓൾ. എന്നോട് ഹരിഹരൻ സാർ പറഞ്ഞിരുന്നു, അവിടെ വലിയ ക്രെയിനും അതും കാണുമ്പോഴത്തേക്കും നീ പേടിക്കല്ലെന്ന്. എനിക്കാണെങ്കിൽ സിനിമയെ പറ്റിയൊന്നും അറിയില്ല, അഭിനയം അറിയില്ല. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമ വന്ന ആളല്ല. എനിക്ക് സിനിമ അന്നൊരു പാഷനേ അല്ലായിരുന്നു. എനിക്കൊരു ചാൻസ് കിട്ടി, ഞാൻ ചെയ്യുന്നു. എനിക്ക് നല്ലൊരു കോർപ്പറേറ്റിൽ നല്ലൊരു ജോലിയുണ്ട്. അപ്പോൾ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സോ ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. അപ്പോൾ ഹരിഹരൻ സാർ പറയുന്ന പോലെ ഞാനങ്ങ് ചെയ്യുവാണ്. അപ്പോൾ ക്യാമറ ഉണ്ടോ, ക്യാമറ നോക്കല്ലെന്ന് പറഞ്ഞു, അതുമാത്രം ചെയ്യല്ലേ. അപ്പോൾ ഞാൻ ക്യാമറ നോക്കില്ല. നമ്മൾ അഭിനയിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ക്യാമറ ഡയറക്റ്റ് നോക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കില്ല. ഇത് മാത്രം മനസ്സിലാച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ടെൻഷൻ ആകാൻ തുടങ്ങിയത് സിനിമേൻ്റെ പാഷനായി മാറിയതിന് ശേഷം. എനിക്ക് എൻ്റെ കഥാപാത്രം ഇത് എനിക്ക് നന്നാക്കണം എന്നുള്ള ഒരു ഞാനത് ഭയങ്കര കോൺഷ്യസ്. ഏത് സിനിമ കഴിഞ്ഞപ്പോഴായിരുന്നു പാഷനായത്? ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ പാഷനായി. അത് ഒരുപാട് പേർക്സ് ഉണ്ടല്ലോ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ. പേർക്സ് ഇൻ ദ സെൻസ് മണിയല്ല. ഐ വാസ് ഏർണിംഗ് ഗുഡ് മണി വെൻ ഐ വാസ് വർക്കിംഗ് ഫോർ കോർപ്പറേറ്റ്. സിനിമയിൽ അഭിനയിക്കുന്ന ഒരേ സമയം പേരും പ്രശസ്തിയും. ഈ ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുന്നതും അവർ നമ്മുടെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നല്ലപോലെ സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം കൂടുമ്പോഴത്തേക്കും നമ്മുടെ ഈ അവാർഡ്സ് ഉണ്ട്, സ്റ്റാർ അവാർഡ് എന്ന് പറയും. അപ്പം ദിസ് ഗൈ ഡിഡ് സോ മച്ച് സെയിൽസ് ഇൻ 6 months, സോ ഹി ഗെറ്റ്സ് എ സർട്ടിഫിക്കറ്റ്. പിന്നെ ഒരു ചെറിയ എമൗണ്ടും കിട്ടും. അപ്പോൾ ആ ദിവസം നമ്മൾ ഹീറോയാണ്. പക്ഷേ ഇത് അടുത്ത 6 മാസത്തിൽ നമ്മളിത് ചെയ്യാണ്ടിരിക്കുമായിരിക്കും. ഇത് പിന്നെ ആ കമ്പനി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു. പണ്ട് ഒരു കുലി കൊണ്ടായിരുന്ന സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ് ഇത് മാത്രമേ ആൾക്കാർ ഓർത്തിരിക്കുകയുള്ളൂ. ഞാൻ മയൂഖത്തിന് ശേഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ മോള് അന്ന് ആ സമയത്ത് ജനിച്ചിട്ടേ ഉള്ളൂ, ഇത് പടം റിലീസായ സമയത്ത്. പക്ഷെ മോൾക്ക് ഇപ്പോഴും ആ സിനിമ കാണാം. ഇന്ന് ഞാൻ എൻ്റെ മോളുടെയൊക്കെ പറയുവാണ്, അച്ഛൻ പണ്ട് അവിടെ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അച്ഛൻ ഭയങ്കര സെയിൽസ് ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒരു ഷീൽഡ് കാണുമായിരിക്കും. ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ഞാൻ എന്താ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ സിനിമയിൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ഞാൻ അത് ഇങ്ങനെ അഭിനയിച്ചത്. മോശമായിരിക്കാം, നല്ലതായിരിക്കാം, പക്ഷേ അത് ആ ലൈബ്രറിയിലുണ്ട്. എനിക്ക് ഞാൻ ചെയ്ത സിനിമകൾ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ഡയറക്ടേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും ആർട്ട് ഡയറക്ടർ എല്ലാവരുടെ സാധനങ്ങളുണ്ട് അല്ലേ. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. തീർച്ചയായും. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ സമയം സിനിമകളെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ 2 സിനിമകൾ ഇപ്പോൾ തിയേറ്ററുകളിൽ ഒരേ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പോക്കിരി സൈമൺ ഉൾപ്പെടെയുള്ള ധാരാളം ചിത്രങ്ങൾ വരാനിരിക്കുന്നു. ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ ഇനിയും താങ്കളെ തേടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ തിരക്കിനിടയിലും ഇത്രയധികം സമയം ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത നല്ല കഥാപാത്രങ്ങൾ ഇനിയും താങ്കളിൽ നിന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.